നിപ്പ വൈറസ് ബാധയെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം ജാഗ്രതയിൽ. മലപ്പുറം പാണ്ടിക്കാട് സ്വദേശിയായ 14-കാരനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ ഉള്ളത്. കൊച്ചിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിൽ കുട്ടിക്ക് ചെള്ളുപനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനാ ഫലം ലഭ്യമാകും. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറും മലപ്പുറത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട്. നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പ്രത്യേക കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു അമീബിക് എൻകഫലൈറ്റിസ് ആയിട്ടുള്ള ഒരു കുട്ടിയെ സംശയിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ട്. മറ്റു കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളും നമ്മുടെ ജില്ലയിൽ ധാരാളമുണ്ട്. H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷയമോ ഒക്കെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. പിന്നെ അതേസമയം മുൻകരുതൽ നടപടികൾ ആരംഭിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് പ്രതികരിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ആണ് ചേരുന്നത്. അനുമോദ്, ഈ കുട്ടിയുടെ ആരോഗ്യനില എങ്ങനെയാണ് തുടരുന്നത്? അഭിലാഷ്, ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള നടപടി ആരോഗ്യവകുപ്പ് ഉന്നതതല യോഗം, മന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഉന്നതതല യോഗം മലപ്പുറം കളക്ടറേറ്റിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ കളക്ടർ, DMO, അതുപോലെ തന്നെ പോലീസ്, വനം വകുപ്പ്, ജനപ്രതിനിധികൾ തുടങ്ങി എല്ലാ മേഖലയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇത്. നിപ്പ സ്ഥിരീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ ചെള്ളുപനി ഈ കുട്ടിക്കുണ്ട് എന്നതാണ് ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വിവരം. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. കുട്ടി ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്, വെന്റിലേറ്ററിലാണുള്ളത്. അതേസമയം ഈ ഒരു നിപ്പ സ്ഥിരീകരിച്ചാൽ കൈക്കൊള്ളേണ്ട നടപടികൾ അത് ഇപ്പോൾ തന്നെ മലപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഈ കുട്ടിയുടെ വീട് നിൽക്കുന്ന സ്ഥലം, ഈ കുട്ടിയുടെ സ്കൂള്, അത്തരം അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല മറ്റേതെങ്കിലും കുട്ടികൾക്ക്, ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റേതെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇതിനോടകം തന്നെ നിരീക്ഷണത്തിലാണ്, ക്വാറന്റൈനിലാണുള്ളത്. കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ വരെ ക്വാറന്റൈനിലാണ്. അത്തരത്തിൽ ഒരു മുൻകരുതൽ നടപടികൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് തന്നെ ഇന്ന് ഈ ഒരു വിവരം പ്രാഥമിക സൂചന കിട്ടിയപ്പോൾ തന്നെ മലപ്പുറത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മന്ത്രിയുടെ ഈ ഒരു യോഗത്തിന് ശേഷം നിപ്പ സ്ഥിരീകരണം ഉണ്ടാകുമോ ഇല്ലയോ, അതിൽ പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തിനാണെങ്കിലും നിപ്പ ഈ ഒരു ഫലം പോസിറ്റീവായാൽ കൈക്കൊള്ളേണ്ട നടപടികളൊക്കെ തന്നെ മലപ്പുറത്ത് ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യ ഘട്ടത്തിലുള്ള നടപടികളും എടുത്തിരിക്കുന്നു. ഇനി ഈ ഒരു കുട്ടിക്ക് എവിടെ നിന്നാണ് ഈ അസുഖം സ്ഥിരീകരിച്ചെങ്കിൽ അതിൻ്റെ സോഴ്സ് എവിടെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അത്തരത്തിൽ ഈ കുട്ടി 10-ാം തീയതി യാത്ര പോയി എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്കൊപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു, ആ യാത്ര പോയവർക്ക് ഇത്തരത്തിൽ വല്ല ലക്ഷണങ്ങളും ഉണ്ടോ, ആ തരത്തിലേക്ക് കൃത്യമായ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്തിനാണെങ്കിലും വളരെ നിർണായകമായ യോഗമാണിപ്പോൾ മലപ്പുറം കളക്ടറേറ്റിൽ പുരോഗമിക്കുന്നത്. ഇതിനുശേഷം ഇനി കൈക്കൊള്ളാവുന്ന നടപടികൾ ഏതെല്ലാം തലങ്ങളിലായിരിക്കും ഈ രോഗം സ്ഥിരീകരിച്ചാൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക, ജില്ല മുഴുവൻ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഒരു യോഗത്തിന് ശേഷം കൃത്യമായ ധാരണ ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിപ്പ സ്ഥിരീകരിച്ച ഫലം അത് മന്ത്രി ഈ യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്.